ഇപ്പോൾ നമ്മൾ കാണുന്നത് ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹം പ്രചരണത്തിനായി ഇറങ്ങുന്നതിന് തൊട്ട് മുൻപായി അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഖബർസ്ഥാനിലെത്തി പ്രാർത്ഥിക്കാൻ എത്തുന്ന ദൃശ്യങ്ങളാണ്. കുറച്ച് മുൻപ് അദ്ദേഹം ഹെലോ മലയാളത്തിൽ ചേർന്നപ്പോഴും പറഞ്ഞിരുന്നു പിതാവിൻ്റെ ഖബർസ്ഥാനിലെത്തി പ്രാർത്ഥിച്ചതിനു ശേഷമാകും പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുക എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം അവിടേക്ക് എത്തുകയാണ്. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന് തുടക്കം കുറിച്ചുകൊണ്ട് ഈ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് UDF ആണ്, കോൺഗ്രസ് ആണ്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിനൊപ്പം VS ജോയിയും ഒപ്പമുണ്ട്. പരിഗണിക്കപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികളാണ് VS ജോയിയും ഷൗക്കത്തും. അതിൽ VS ജോയിക്ക് വേണ്ടിയായിരുന്നു PV അൻവർ തുടക്കം മുതലേ വാദം ഉന്നയിച്ചത്. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു PV അൻവറിൻ്റെ ആവശ്യവും ആ നിബന്ധനയും ഒക്കെ. പക്ഷേ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയില്ല. ആര്യാടൻ ഷൗക്കത്തിനെ തന്നെയാണ് പാർട്ടി മുന്നോട്ട് വച്ചത്. ആ പേരാണ് KPCC ഹൈക്കമാൻഡിനെ അറിയിച്ചത്. ആ പേര് തന്നെയാണ് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തത്. അതിന് പിന്നാലെയാണ് PV അൻവർ 2 ദിവസത്തെ സമയവും സാവകാശവും ഒക്കെ ചോദിച്ച് ഇപ്പോൾ ഇരിക്കുന്നതും ഈ ഷൗക്കത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ നടത്തിയതും. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നിലമ്പൂർ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചിരിക്കുന്നു ആര്യാടൻ ഷൗക്കത്ത്. അദ്ദേഹം തൻ്റെ പിതാവിൻ്റെ ഖബർസ്ഥാനിലേക്ക് എത്തുകയാണ്. അവിടെ നിന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം അവിടെ നിന്നാണ് തുടങ്ങുന്നത് അദ്ദേഹം ഈ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം. പാർട്ടിയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. നിലമ്പൂർ തിരിച്ചുപിടിക്കും ആര്യാടൻ ഷൗക്കത്ത് പറയുന്നു. നിലമ്പൂർ തിരിച്ചുപിടിക്കുമെന്ന് തന്നെയാണ് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞത്. താൻ തുടങ്ങിവെച്ച പല വികസന പ്രവർത്തനങ്ങളുമുണ്ട് മണ്ഡലത്തിൽ, അവയെല്ലാം വീണ്ടും നടപ്പാക്കും. ഈ നിലമ്പൂരിലെ ജനങ്ങൾക്ക് തന്നെ നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ മറ്റ് ദുഷ്പ്രചരണങ്ങളൊന്നും ഇവിടെ വിലപ്പോകില്ല എന്നും വളരെ കോൺഫിഡൻറ്റോടുകൂടി പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കുന്നത്. ഇപ്പോൾ ഖബർസ്ഥാനിലേക്ക് എത്തി അദ്ദേഹം അവിടെ പ്രാർത്ഥനകളൊക്കെ നടത്തുകയാണ്. അതിനുശേഷം ഇന്നിപ്പോൾ ഈ എല്ലായിടങ്ങളിലും പോയി ആളുകളെയൊക്കെ കണ്ട് പിന്തുണയൊക്കെ ഏറ്റുവാങ്ങി അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനുമായി മുന്നോട്ട് പോകും. പറയുന്ന പോലെ ഇനിയിപ്പം ഈ തിരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുകയാണെങ്കിലും, ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുകയാണെങ്കിലും 1 വർഷം മാത്രമാണ് കാലാവധി ഉള്ളത്. കാരണം പിന്നീട് നമുക്ക് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും ഒക്കെ വരികയാണ്. പക്ഷേ അപ്പോഴും നിലമ്പൂർ തിരഞ്ഞെടുപ്പ് 3 പാർട്ടികളെയും സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. കാരണം ഇതിപ്പോൾ PV അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി പോലും നിശ്ചയിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണിത്. UDFനെ സംബന്ധിച്ചാണെങ്കിലും ഇടതുമുന്നണിയിൽ നിന്നും മണ്ഡലം തിരികെ പിടിക്കണമെന്നുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഇടതുമുന്നണി ഇപ്പോൾ ഇത് സർക്കാരിൻ്റെ വിലയിരുത്തലൊന്നും ആകില്ല എന്ന് പറയുമ്പോഴും ഇതിൽ അവിടെ ജയിച്ചേ മതിയാവുകയുള്ളൂ. പാർട്ടിയുടെ മുഖം നിലനിർത്തേണ്ടതുണ്ട്. ഒരു ഇടത് സ്വതന്ത്രൻ രാജിവെച്ച് പോകുമ്പോൾ അവിടെ UDF വരുന്നത് പാർട്ടിയെ സംബന്ധിച്ച് UDF ആണ് ജയിക്കുന്നതെങ്കിൽ അത് പാർട്ടിയെ സംബന്ധിച്ച് ഒരു ഇടിവ് തന്നെയാണ്. അതുകൊണ്ട് 3 മുന്നണികൾക്കും ഇത് 3 മുന്നണികൾ എന്ന് പറയുമ്പോൾ BJP ഇല്ല, ഈ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചും ഇടതുപക്ഷത്തെ സംബന്ധിച്ചും PV അൻവറിനെ സംബന്ധിച്ചും ഏറെ നിർണായകമാണ് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്. പ്രസാദ് ഉടുമ്പശ്ശേരി ഉണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായി. الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد. اللهم اوصل ثواب قراءتنا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرة سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وإلى حضرة من ماتوا من آبائنا وأمهاتنا وأساتذتنا خصوصا
إلى حضرة من دفن في هذا القبر اسمه كنياكا وإلى حضرة من دفنوا في هذه المقبرة وإلى حضرة المسلمين والمسلمات اللهم اجمع بيننا وبينه وبينهم في دار السلام مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين اللهم بارك لنا في كل أمورنا يا رب العالمين اللهم بارك لنا في اجتماعنا يا رب العالمين അള്ളാഹുവെ ഞങ്ങൾ ഓതിയ വിശുദ്ധ ഖുർആൻ ശരീഫിലെ പുണ്യമായ സൂറത്തുകൾ സലാത്ത് സലാം നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അതിൻ്റെ പ്രതിഫലം ഈ ഖബറിൽ മറവിട്ട് കിടക്കുന്ന ഇവരുടെ സ്നേഹനിധിയായ പിതാവ് ആര്യാടൻ കുഞ്ഞാക്കയുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അതുപോലെ ശ്മശാനത്തിലുള്ളവരിലേക്കൊക്കെ നീ എത്തിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഇവരുടെയൊക്കെ എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണേ റഹ്മാനെ. പാപങ്ങൾ പൊറുക്കണേ റഹ്മാനെ. ഭാരത്തിലേക്ക് ജീവിതം നീ സന്തോഷത്തിലും റാഹത്തിലുമാക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനെ. സതുദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ റഹ്മാനെ. എല്ലാവരുത്തിലുള്ള വിജയവും സൗഭാഗ്യവും പ്രദാനം ചെയ്യണേ റഹ്മാനെ. എല്ലാവരും സന്തോഷവും നൽകണേ റഹ്മാനെ. എല്ലാവിധ ഇസ്സത്തും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക പ്രസാദ് അങ്ങനെ പിതാവിന്റെ ഖബറിടത്തിലെത്തി പ്രാർത്ഥിച്ച് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു അല്ലേ? നല്ല മഴയുണ്ട്. സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല. തീർച്ചയായും സതിലക്ഷ്മി, ആര്യാടൻ ഷൗക്കത്ത് തൻ്റെ പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. തൻ്റെ പിതാവായ ആര്യാടൻ മുഹമ്മദിൻ്റെ ഖബർസ്ഥാനിൽ വന്ന് ഇപ്പോൾ സന്ദർശനം നടത്തി അനുഗ്രഹം വാങ്ങി ഇവിടെ നിന്ന് മടങ്ങുകയാണ്. ഇനി ലിറ്റിൽ ഫ്ലവർ ചർച്ചിലേക്കാണ് അടുത്ത സന്ദർശനം. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നീട് പരിപാടികളുള്ളത്. UDF നേതാക്കളും കോൺഗ്രസ് നേതാക്കളും എല്ലാം തന്നെ ആ യോഗത്തിൽ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കാനെത്തും. വളരെ സജീവമായി തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ തന്നെ വളരെ സജീവമായി തന്നെ അദ്ദേഹത്തോടൊപ്പം കോൺഗ്രസ് UDF പ്രവർത്തകരെല്ലാം തന്നെ ഒപ്പമുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വളരെ നാടകീയമായ ഇന്നലെ PV അൻവറിൻ്റെ വാർത്താസമ്മേളനത്തോടുകൂടി അതിനകത്തൊരു നാടകീയത വന്നിട്ടുണ്ട്. ഇനി PV അൻവർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ അനുനയ നീക്കങ്ങളെല്ലാം തന്നെ സമാന്തരമായി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രചാരണവും വളരെ സജീവമായി മുന്നോട്ട് പോകുന്നു. എന്തായാലും തന്നെ തുടക്കമായിരിക്കുന്നു. അടുത്തത് പ്രധാനപ്പെട്ട മണ്ഡലത്തിലെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളെയും പ്രമുഖരായ വ്യക്തികളെയും വിവിധ രംഗങ്ങളിലെ വ്യക്തികളെയും എല്ലാം തന്നെ കണ്ടതിന് ശേഷം അതിൻ്റെ ഔദ്യോഗിക പരിപാടികളിലേക്ക് ഇന്ന് തന്നെ കടക്കും. ശരി പ്രസാദ്. വികാരനിർഭരമായ രംഗങ്ങൾക്ക് കൂടിയാണ് നമ്മൾ സാക്ഷ്യം വച്ചത്. ആര്യാടൻ മുഹമ്മദ് തൻ്റെ പിതാവിൻ്റെ ഖബറിടത്തിലെത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിയതിനു ശേഷമാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് വികാരാധീനനായി ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ Ini